നമസ്കാരം. ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ നമ്മുടെ വിഷയം ലൈഫ് എക്സ്പെക്റ്റൻസി എന്നതാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി എന്നതിന് മലയാളത്തിൽ പ്രതീക്ഷിത ആയുർദൈർഘ്യം എന്നാണ് പറയുന്നത്. ഇതൊരു സൂചകമാണ്, ഒരു ഇൻഡെക്സ് എന്ന് പറയും. അത് ആളുകളിൽ നമ്മൾ കണക്കാക്കിയെടുക്കുന്ന ഒരു എസ്റ്റിമേറ്റാണ്. അതായത് അത് നേരിട്ട് നമുക്ക് അളക്കാൻ കഴിയാത്ത ഒരു സൂചകമാണ്. മറ്റ് ചില കണക്കുകളിൽ നിന്ന് നമ്മൾ കണക്ക് കൂട്ടി എടുക്കുന്ന ഒരു കാര്യമാണ് ഈ ലൈഫ് എക്സ്പെക്റ്റൻസി. മീഡിയയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പലപ്പോഴും പക്ഷേ അതിൻ്റെ അർത്ഥം അറിയാതെയാണ് ആളുകൾ ഈ പദം ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആണ് ഇതിൽ ഒരു സങ്കടകരമായ വസ്തുത. ഇത് പരോക്ഷമായി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രത്യക്ഷമായി ഇപ്പോൾ നമുക്ക് വേറെ പലതും അളക്കാൻ കഴിയുന്ന പോലെ ഇപ്പോൾ മരണനിരക്ക് നമുക്ക് നേരിട്ട് അളക്കാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു കണക്കല്ല ഇത്. മരണനിരക്കിൽ നിന്ന് കണക്ക് കൂട്ടിയെടുക്കുന്ന വേറൊരു സൂചകമാണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യനില സൂചിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അളവുകോലുകളിൽ ഒന്നാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. ഇനി എന്താണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്നാണ് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഒരു വർഷം എടുത്താൽ, ഇപ്പോൾ ഈ വർഷം ഈ ലോകത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ ശരാശരി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു മതിപ്പ് കണക്കാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. അതായത് 2025 ജനിക്കുന്ന അല്ലെങ്കിൽ 2024 ജനിച്ച കുട്ടികളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ അവർ എത്ര വർഷം ജീവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ചുള്ള ഒരു മതിപ്പാണ്. അതുകൊണ്ട് തന്നെ അതൊരു തരം പ്രവചനമാണ്. അത് ചിലപ്പോൾ ആ കുട്ടികളെല്ലാവരും വളർന്ന് ഈ പറഞ്ഞ പോലെ അത്രയും കാലം ജീവിച്ചിരിക്കുമോ അല്ലെങ്കിൽ അതിനപ്പുറം ജീവിച്ചിരിക്കുമോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷേ ഇന്നത്തെ നില വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മതിപ്പ് കണക്ക് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഗണിച്ചെടുക്കുന്നത് ഇന്നത്തെ മരണനിരക്കിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ മരണനിരക്ക് നാളെ വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാം. സാധാരണ മരണനിരക്കുകൾ ഒരുപാട് വർഷങ്ങളായി കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ കണക്കാക്കുന്ന ഈ പ്രതീക്ഷിത ആയുർദൈർഘ്യത്തിൽ കൂടുതൽ കാലം ആളുകൾ ജീവിച്ചിരിക്കുന്നതാണ് പതിവ്. പക്ഷേ നാളെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ലോകത്തൊരു വൻ യുദ്ധമോ അങ്ങനെയുള്ള മഹാമാരിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ആളുകൾ മരിച്ചു പോവുകയാണെങ്കിൽ പ്രതീക്ഷിത ആയുർദൈർഘ്യം നമ്മൾ വിചാരിക്കുന്നതിലും കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞ ഇതൊരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഇതൊരു പ്രവചനമാണ്. അത് 100% ശരിയായിരിക്കണം എന്നില്ല. എത്ര ശതമാനം പേർ ഓരോ വർഷവും അതിജീവിക്കും എന്നുള്ളതിൻ്റെ കണക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടാണ് ഇത് കണക്ക് കൂട്ടി പറയുന്നത്. പിന്നെ ഇത്ര പ്രയാസപ്പെട്ടത് എന്തിനാണ് കണക്ക് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര വർഷം ഇപ്പോൾ നമുക്ക് ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ തമ്മിലോ താരതമ്യപ്പെടുത്തണമെങ്കിൽ ഈ കണക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ പ്രതീക്ഷിത ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ കണക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരേ രാജ്യത്തിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളും ഇതിൽ പ്രതിഫലിക്കും. അതായത് ഒരു 20 കൊല്ലം മുമ്പുണ്ടായിരുന്ന ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പോൾ അതിനേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ആരോഗ്യ നില മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള താരതമ്യങ്ങൾ നടത്താനാണ് ഏറ്റവും സാധാരണയായി നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന മതിപ്പ് കണക്കിനെ ഉപയോഗിക്കുന്നത്. സാധാരണ ശിശുമരണ നിരക്കുകൾ കുറയും തോറുമാണ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നത്. അതുകൊണ്ടാണ് ശിശുമരണ നിരക്കുകൾ നമുക്കറിയാം ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ അത് കുറയുമ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുകയും അത് നമുക്ക് പറയാൻ എളുപ്പമുള്ള ഒരു സൂചകമായിട്ട് മാറുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രാധാന്യം നേരത്തെ പറഞ്ഞതുപോലെ തമ്മിലുള്ള രാജ്യങ്ങൾ തമ്മിലോ പ്രദേശങ്ങൾ തമ്മിലോ സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരേ സംസ്ഥാനം തന്നെ പല കാലഘട്ടങ്ങളിലുള്ള അവരുടെ ആരോഗ്യ നിലയെ സംബന്ധിച്ചോ ഉള്ള താരതമ്യം നടത്താനാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഉപയോഗിക്കുന്നത്. അതിനപ്പുറം ഒരു പ്രാധാന്യം ഇതിനില്ല. അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം സൂചിപ്പിക്കാനും നമുക്ക് ഈ കണക്ക് ഉപയോഗിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഇന്ത്യയുടെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്.
കുറേ കാലം മുമ്പ് 60കളിൽ ഇരുന്ന ലൈഫ് എക്സ്പെക്റ്റൻസി ഇന്ത്യയിൽ ഇപ്പോൾ 70-ൽ കൂടുതലായിട്ടുണ്ട്. കേരളത്തിൽ അത് 75-ൽ കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നത്.